ഇതൊക്കെ ആസ്വദിക്കാനല്ലേ പറ്റുള്ളൂ നമുക്ക്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ട്രോളുകളുടെ ഒരു കാലമാണ്. ഏതിനും ട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇത് പ്രചാരത്തിലാക്കിയത് നമ്മളെ വാർഡുകളിലെല്ലാം അറിയിച്ചത് സത്യത്തിൽ നമ്മളെ മീഡിയനെക്കാട്ടി പുറമെ നമ്മളെ എതിർക്കുന്ന CPM ഹാൻഡിലുകളാണെന്ന് തോന്നുന്നു. നമ്മൾ വോട്ടർമാർക്ക് നമ്മൾക്ക് പണം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടറിഞ്ഞതും പഠിച്ചതൊക്കെ. ഇത് അതിലൊന്നും വരുന്ന സംഭവമല്ല. ബാവ ഹാജിക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്ന മറ്റൊരു വിഷയം താനൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്ക് കൂടുതൽ ലീഡ് ലഭിക്കുന്ന 300 വോട്ടിൽ കൂടുതൽ ലീഡ് ലഭിക്കുന്ന ആ ഒരു മണ്ഡലത്തിൽ 10,000 രൂപ നൽകാമെന്ന് താനൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുത്തുക്കോയ തങ്ങൾ പറയുന്ന ആ വീഡിയോ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ഇപ്പോൾ തങ്ങൾ തന്നെ നമ്മുടെ കൂടെ ചേരുന്നു. തങ്ങളെ വീഡിയോ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ കാരണം? സ്വാഭാവികമായിട്ടൊരു ഇലക്ഷനാണല്ലോ. സംഘടനാ സംവിധാനം ചരിക്കുക എന്നുള്ളത് ഏതൊരു മത്സരിക്കുന്ന പാർട്ടിയുടെയും ലക്ഷ്യമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻഡോറായിട്ട് നമ്മുടെ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അവരോട് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങളാണ്. അത് അവർ തമ്മിലുള്ളൊരു മത്സരം ഉണ്ടാവാനാണ്. സ്വാഭാവികമായിട്ടും ഇലക്ഷനാണ്. അപ്പോൾ ഇലക്ഷനിൽ എന്ന് പറഞ്ഞാൽ ഓരോ കമ്മിറ്റികളും 211 ബൂത്ത് കമ്മിറ്റികളുണ്ട്. അപ്പോൾ ഈ 211 ബൂത്ത് കമ്മിറ്റികൾ തമ്മിലൊരു മത്സരം ഉണ്ടാകും. അപ്പോൾ മത്സരത്തിൽ വിജയിക്കുന്നവർക്കൊരു സമ്മാനം എന്ന നിലക്കാണ് നിയോജകമണ്ഡല കമ്മിറ്റി അങ്ങനെ തീരുമാനമെടുത്തുള്ളത്. പ്രവർത്തകർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അത് നമ്മളൊരു ഓപ്പൺ സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ പുറത്ത് ഒരു പൊതുയോഗത്തിലോ ഒന്നും സംസാരിച്ചില്ല. നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിലുള്ള ആളുകളോട് ഒരു പ്രോത്സാഹനം എന്ന നിലക്ക് സ്വാഭാവികമായിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വോട്ടൊക്കെ എണ്ണി കഴിഞ്ഞിട്ടാണ് അതിൽ ഒരു മത്സരത്തിൽ ആരാണോ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് അങ്ങനെ 1, 2, 3 സ്ഥാനമുള്ളവർക്ക് ഒരു പ്രോത്സാഹന സമ്മാനം എന്ന നിലക്കാണ്. അതിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു ഘടകം അതിൽ വരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ വോട്ടർമാർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കുക, വോട്ട് ചെയ്യുന്നവർക്ക് ഇത്ര കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല. ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം. ഒരു മത്സരം നടക്കുന്നു, 211 ബൂത്തിൽ തമ്മിൽ മത്സരം നടക്കും. ആ മത്സരത്തിൽ 1, 2, 3 സ്ഥാനം നേടുന്ന ആളുകൾക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലക്കാണ്. കഴിഞ്ഞ ദിവസം ബാവ ഹാജി തവനൂരിൽ പ്രഖ്യാപിച്ച വിദേശയാത്ര കൂടുതൽ ചർച്ചയായ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് താങ്കളുടെ ഇത്തരം ഒരു പ്രഖ്യാപനം കൂടി വരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങളും അതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ള കമൻറ്റുകളും കാണുന്നുണ്ട്. ഈ കമൻറ്റുകളും സമൂഹ മാധ്യമങ്ങളിലെ ട്രോളുകളൊക്കെ എങ്ങനെ നോക്കി കാണുന്നു? ഇതൊക്കെ ആസ്വദിക്കാനല്ലേ പറ്റുള്ളൂ നമുക്ക്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ട്രോളുകളുടെ ഒരു കാലമാണ്. ഏതിനും ട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇത് പ്രചാരത്തിലാക്കിയത് നമ്മളെ വാർഡുകളിലെല്ലാം അറിയിച്ചത് സത്യത്തിൽ നമ്മളെ മീഡിയനെക്കാട്ടി പുറമെ നമ്മളെ എതിർക്കുന്ന CPM ഹാൻഡിലുകളാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു മത്സരം ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വാർഡുകൾ തമ്മിലുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു. അത്ര നമ്മൾ ആ ട്രോളിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പ്രവർത്തകരൊക്കെ ആവേശത്തിലാണല്ലേ? പ്രവർത്തകർ ആവേശമാണ്. പ്രത്യേകിച്ച് നവാസ് എന്ന ഒരു യുവ സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ട് അറിയാം, ഒരു യൂത്ത് ഐക്കണ്, MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലക്ക് പൊതുവെ യുവാക്കൾ ഓൾറെഡി അലർട്ടായിട്ട് നല്ല പ്രോത്സാഹനം. പിന്നെ ഇതും കൂടി ആയപ്പോൾ ഒന്നും കൂടി കൂടി. അതാണുള്ളത്. പലരും ചോദിക്കുന്നത് ഒരു ചട്ടലംഘനമാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മൾ വോട്ടർമാർക്ക് നമ്മൾക്ക് പണം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടറിഞ്ഞതും പഠിച്ചതൊക്കെ. ഇത് അതിലൊന്നും വരുന്ന സംഭവമല്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്, പ്രവർത്തകർ മാത്രമായിരുന്നു അല്ലെങ്കിൽ ബൂത്തിൻ്റെ ഭാരവാഹികൾ മാത്രമായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അവർ തമ്മിൽ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ആവേശം പകരാൻ വേണ്ടിയാണ് അത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. അതിൻ്റെ വരും വരായികളൊക്കെ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മത്സരത്തിൻ്റെ റിസൾട്ട് ഉൾപ്പെടെ വരിക എന്നുള്ളതാണ് അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പ്രവർത്തകർക്ക് ആവേശം പകരാൻ വേണ്ടി മാത്രമാണ് അത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് എന്നുള്ളതാണ് മുത്തുക്കോയ തങ്ങളും വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷെഫീഖ് അർലായിക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.